കളവും കൊള്ളയും കണ്ട് മനസ്സ് മരവിച്ച നാടാണ് നമ്മുടേത്. അവസരം കിട്ടിയാൽ പൊതുമുതല് സ്വന്തമാക്കണമെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം പെരുകി വരികയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളും സഹകരണ മേഖലയും തകർന്നടിയാനുള്ള കാരണം സാമ്പത്തിക ക്രമക്കേടുകൾ തന്നെയാണ്. ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് ശബരിമല ശ്രീകോവിലിലെ ദ്വാരകപാലക ശില്പങ്ങൾ പൊതിഞ്ഞിരുന്ന സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്. റിപ്പോർട്ട് അനുസരിച്ച് 1.5 കിലോയിലധികം സ്വർണമാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ വെറുമൊരു ക്രിമിനൽ കുറ്റം മാത്രമായി കാണാനാവില്ല. ക്ഷേത്ര പരിശുദ്ധിയെ കളങ്കപ്പെടുത്തിയ ഒരു തിന്മയാണത്. മാത്രവുമല്ല, ഭക്തരുടെ വിശ്വാസത്തെയാണ് ഈ പ്രവൃത്തിയിലൂടെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇതിനെ വിശ്വാസവഞ്ചനയെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിശേഷിപ്പിച്ചത് ഈ അർത്ഥത്തിലാണ്. ഇത് വെറുമൊരു മോഷണമായി കരുതാനാവില്ല. ക്ഷേത്രത്തിൻ്റെ വസ്തുവകകൾ സൂക്ഷിക്കുവാൻ കാവൽ നിൽക്കുന്നവരുടെ ഒത്താശയോടെ സംഭവിച്ച വലിയ ഒരു അതിക്രമമായിട്ട് വേണം ഇതിനെ കാണാൻ. അതിന് കൂട്ടുനിന്നവര് നിർബന്ധമായും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഏതാനും ദിവസത്തെ മാധ്യമ ചർച്ചകളിലും കോടതി വ്യവഹാരങ്ങളിലും ഈ വിഷയം അവസാനിക്കാൻ പാടുള്ളതല്ല. ആവർത്തിക്കാതിരിക്കത്തക്ക വിധം ഈ വിഷയത്തിൽ അന്തിമമായ ശിക്ഷയും തീരുമാനവും ഉണ്ടാകണം. ഏത് മതത്തിലാണെങ്കിലും ഭക്തര് അർപ്പിക്കുന്ന കാഴ്ചകൾ വിധവയുടെ കൊച്ചുകാശ് പോലെ വിലപ്പെട്ടതാണ്. അത് വിശ്വാസ പ്രചരണത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വികസനത്തിനും വേണ്ടിയിട്ട് ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നതാണ്. അത് കൊള്ളയടിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം വലിയ തോതിൽ വർദ്ധിക്കുന്നത്. ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള സർക്കാരിന് ഈ വിഷയത്തിൽ മൗനം പാലിക്കാനാവുകയില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയ സർക്കാരിന് വലിയ തിരിച്ചടിയാകത്തക്ക വിധത്തിലാണ് ഈ സ്വർണമോഷണം നടന്നിട്ടുള്ളത്.